നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. നസ്ലിൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിനവ് സുന്ദർ നായകാണ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന മുൻകാല ചിത്രത്തിലൂടെ നടപ്പുവഴികളിൽ നിന്ന് അല്പം മാറി നടക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഥയിലേക്ക് വന്നാൽ സംവിധാന മോഹവുമായി നടക്കുന്ന വിനീത് മാധവൻ എന്ന ചെറുപ്പക്കാരൻ ഏതെങ്കിലും കുറച്ച് സിനിമകൾ ചെയ്ത് കുറേ പണമുണ്ടാക്കി സിനിമാ ലോകത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്നതല്ല അയാളുടെ ലക്ഷ്യം. ആദ്യ സിനിമ തന്നെ അന്നുവരെ കാണാത്ത രീതിയിൽ വ്യത്യസ്തമായി എടുത്ത് സ്വന്തം ഐഡൻറ്റിറ്റിയെ തുറന്നു കാണിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം. ഹൊറർ ജോണറിൽ നിരവധി കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള അറിയപ്പെടുന്ന സംവിധായകരുടെ ചിത്രങ്ങളെല്ലാം കാണുന്നുണ്ട് വിനീത് മാധവൻ. സ്പിൽബർഗും ശ്യാമളനും വിനയനുമൊക്കെ അയാളുടെ ആരാധന കഥാപാത്രങ്ങളാണ്. ജംസ്കെയർ വിശ്വസിക്കാതെ ഏറ്റവും മികച്ച ഭയം പ്രേക്ഷകന് നൽകാനുള്ള അന്വേഷണത്തിലായിരുന്നു അയാൾ. വിഷ്വൽ മീഡിയയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് തന്നെ മികച്ച അംഗീകാരം കിട്ടി സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് അയാൾക്ക് സിനിമയുടെ പുറമേ കാണുന്ന വർണ്ണപ്പകിട്ടുകൾ അകത്തില്ല എന്ന് മനസ്സിലാവുന്നത്. കഴിവല്ല, ലൈക്കബിലിറ്റി മാത്രമാണ് സിനിമയിലേക്കുള്ള പ്രധാന വഴിയെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ഉള്ളിൽ ആത്മാർത്ഥത ലേശം പോലും ഇല്ലാതെ കാര്യം കാണാൻ സ്നേഹവും വിനയവും അഭിനയിച്ച് നടക്കുന്നവർ തൻ്റെ അവസരങ്ങൾ ഓരോന്നായി തട്ടിയെടുക്കുന്നത് അയാൾക്ക് മനസ്സിലാവുന്നു. എഴുത്ത് മോഷണവും ഈഗോയുമൊക്കെ ഈ സിനിമാ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് അയാളെ ബാധിക്കുന്നുണ്ട്. കലയോട് യാതൊരു താല്പര്യവുമില്ലാതെ കച്ചവടത്തിൻ്റെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയവരുടെ ചതിയും അയാൾക്ക് നേരിടേണ്ടി വരുന്നു. സ്വന്തം വ്യക്തിത്വവും അതുവരെ കൂടെ ഉണ്ടായിരുന്ന മൂല്യബോധവും സമാധാനവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അയാൾ മാറുകയാണ്. നസ്ലിൻ്റെ ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറ്റവും പക്വതയാർന്ന അഭിനയമാണിത്. സംഗീത് പ്രതാപും കോമഡിയുടെ ട്രാക്ക് വിട്ട് സീരിയസ് ആയ ഒരു കഥാപാത്രത്തിലേക്ക് വന്നിരിക്കുന്നു. കൂട്ടത്തിൽ ഷറഫുദ്ദീൻ്റെ സച്ചിൻ വൈക്കം ഡേവിഡിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ സൂക്ഷ്മത ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രമാണിത്. തന്ത്രശാലിയും സ്വാർത്ഥതയും നിസ്സഹായനുമായുമൊക്കെ നിരവധി ഭാവങ്ങളിലൂടെ സച്ചിൻ തിരശ്ശീലെത്തുന്നുണ്ട്. മറ്റൊരു പ്രധാന കഥാപാത്രമാണ് രാജേഷ് മാധവൻ്റെ ആനന്ദ് സുധാകരൻ. സിനിമാ താരങ്ങൾ പോലെ പോപ്പുലറായ റിവ്യൂവർ ഉള്ള കാലം കൂടിയാണല്ലോ ഇത്. പെയ്ഡ് റിവ്യൂ ചെയ്യുക, നെഗറ്റീവ് പറഞ്ഞ് ട്രെൻഡിങ്ങിലെത്തുക, റിവ്യൂവിൻ്റെ പേരിൽ വിമർശനം ഉണ്ടാകുമ്പോൾ അതിനോട് മര്യാദയില്ലാത്ത മറുപടി പറയുക തുടങ്ങിയ കോലാഹലങ്ങളൊക്കെ നടക്കുന്ന കാലത്താണ് ഞാൻ ഇതിൻ്റെയൊന്നും ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് സുധാകരൻ നിൽക്കുന്നത്. ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം ജെയ്ക്സ് ബിജോയുടേതാണ്. ഛായാഗ്രഹണം ചെയ്തിരിക്കുന്ന വിശ്വജിത്താണ്. സിനിമയിൽ വേറിട്ട ഒരു കഥാപരിസരം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് റാം സുനിലാണ്. ചില സീനുകളിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ വിരസത ഒഴിവാക്കിയാൽ മികച്ച ഒരു സിനിമാനുഭവമായിരുന്നു ബോളിവുഡ് ടൈംസ്. റിവ്യൂ ഇഷ്ടമായാൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് വീണ്ടും വരാം.